നമസ്കാരം, ഞാൻ രഞ്ജിലാൽ. ഇന്ന് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് 6ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ ആയിരിക്കുന്ന ഫുഡ് ഫോർ ഹെൽത്ത്. ഓക്കെ, അതൊരു ആദ്യത്തെ വീഡിയോ ആണ്. നോക്കാം. നമ്മൾ ഈ ക്ലാസ്സിൽ ഒരു 2 കുട്ടികളുടെ ഒരു ചർച്ചയാണ് ഇതിൽ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത്. സോ അതിലാദ്യം പറഞ്ഞെന്താ, ആ ആൺകുട്ടി പറഞ്ഞിരിക്കുകയാണ്, വാട്ട് ഐ ലൈക്ക് വെരി മച്ച് ഈസ് നൂഡിൽസ്, ഫ്രൈഡ് റൈസ്, ഫ്രൈഡ് ചിക്കൻ ആൻഡ് ഐസ്ക്രീം. ബട്ട് my mother mostly prepare sambar and avial and sometimes fish curry too. അപ്പം രണ്ടാമത്തെ കുട്ടി പറയുകയാണ്, ദ കേസ് ഈസ് സെയിം ഇൻ മൈ ഹോം ടു. അപ്പം എൻ്റെ വീട്ടിൽ ഇതേ കേസ് തന്നെയാണ്. വി മോസ്റ്റ്ലി പ്രിപ്പയർ ഡിഷ് വിത്ത് യാം, അമരാന്തസ് ആൻഡ് മുരിങ്ങ ലീവ്സ്. എന്താ പറഞ്ഞിരിക്കുന്നത് അവർ? ആദ്യത്തെ ആൺകുട്ടി പറയാണ്, എൻ്റെ വീട്ടിൽ വാട്ട് ഐ ലൈക്ക് വെരി മച്ച്. അപ്പോൾ നൂഡിൽസ്, ഫ്രൈഡ് റൈസ്, ഫ്രൈഡ് ചിക്കൻസ്, ഐസ്ക്രീം, ഇതൊക്കെ തിന്നാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷേ എൻ്റെ വീട്ടിലുണ്ടാക്കിയിരിക്കുന്ന എന്താണ്, എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന എന്താണ്, സാമ്പാർ, അവിയലും ഇതുപോലെ ഫിഷ് കറി, ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ പെൺകുട്ടി പറയാം, എൻ്റെ വീട്ടിലും ഇതേ അവസ്ഥ തന്നെയാണ്. എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ഈ സാമ്പാറും അവിയലും അതൊക്കെ ഫിഷ് കറിയൊക്കെ തന്നെയാണ് എൻ്റെ വീട്ടിലും ഉണ്ടാക്കുന്നത്. അതുകൂടാതെ ഞാൻ എൻ്റെ വീട്ടിൽ വേറെ കാര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. യാം, ചേനേൻ്റെയും അമരാന്തസ്, ഈ മറ്റേ മുരിങ്ങയും ചീരയും ഇതൊക്കെ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഇലകളൊക്കെയാണ് എൻ്റെ വീട്ടിൽ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവർ തമ്മിലുള്ള ചർച്ചയിൽ എന്താ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ എന്തൊക്കെ ഫുഡുകളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്നും എന്തൊക്കെ ഫുഡുകളാണ് നമുക്ക് കഴിക്കേണ്ടതെന്നൊക്കെയാണ് ഈ ചാപ്റ്ററിലൂടെ നമ്മൾ പഠിക്കേണ്ടതെന്നാണ് നമ്മൾ ഈ കാര്യത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ നമുക്ക് നോക്കാം ഇൻ അവർ ഫുഡ്. അപ്പോൾ എന്താണ് നമ്മുടെ ഫുഡിലൊക്കെ ഉള്ളത് നോക്കാം. സോ വി ഫീൽ ടയേർഡ് ആൻഡ് വീക്ക് ഇഫ് വി ഡോണ്ട് ഹാവ് ഫുഡ് എവരി വൺസ്. അപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ, ദിവസവും നിത്യവും ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? ടയേർഡാവും അല്ലേ? നിങ്ങൾ ടയേർഡാവും, ഭയങ്കര വീക്കാവും, നമ്മുടെ ബോഡിയൊക്കെ ഭയങ്കര വീക്കാവും. അപ്പം സമയാസമയങ്ങളിൽ എന്ത് ചെയ്യണം, നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടതാണ്. സമയാസമയങ്ങളിൽ നമ്മൾ ഭക്ഷണം കഴിക്കണം അല്ലേ? ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് എന്ത് ചെയ്യും, ക്ഷീണം ഉണ്ടാവും അല്ലേ? ക്ഷീണം ഉണ്ടാവില്ലേ? അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഭയങ്കര ക്ഷീണം അനുഭവപ്പെടും. ക്ലിയർ അല്ലേ? അപ്പം ഇനി നിങ്ങളുടെ കേസിൽ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ഷീണം അനുഭവപ്പെടുന്ന പറയുന്നത് അല്ലേ? ഓക്കെ, ഇനി എന്താണ് വൈ ഡു വി ഹാവ് ഫുഡ്. അപ്പോൾ എന്തിനാണ് നമുക്ക് ഫുഡ് ആവശ്യം? അപ്പോൾ നോക്കാം. ഫുഡ് എന്താ ആവശ്യം? ഒരു കാര്യം പറയുന്നുണ്ട്, എന്താണ്, അക്വയർ ഇമ്മ്യൂണിറ്റി ആവശ്യമുണ്ട്. എന്താണ് ഇമ്മ്യൂണിറ്റി? പ്രതിരോധം അല്ലേ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ പ്രത്യേകം ഇമ്മ്യൂണിറ്റിക്ക് ഒരു പ്രാധാന്യം കൊടുക്കണം അല്ലേ? കോവിഡ് പോലുള്ള രോഗങ്ങൾക്ക് കണ്ടില്ലേ, ഇമ്മ്യൂണിറ്റി കൂടുതലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും, പ്രതിരോധ ശക്തി കൂടുതലുള്ള ആളുകൾക്ക് കോവിഡ് വല്ലാതെ ബാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കുട്ടികളിലും അത് മുതിർന്ന ആളുകളൊക്കെ എന്ത് ചെയ്യരുത്, ഈ പുറമേക്ക് ഇറങ്ങുന്നത് വളരെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയാൻ കാരണം. ഓക്കെ, കുട്ടികളിലും അതുപോലെ വയസ്സായ ആളുകൾക്കും പ്രതിരോധ ശക്തി വളരെ കുറവാകാം. മറ്റുള്ള രോഗങ്ങൾക്കും ഉള്ളവരും ഉണ്ടാവും കേട്ടോ. എങ്കിലും അതുകൊണ്ടാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഭക്ഷണത്തിലൂടെ നമുക്ക് ക്രമീകരിക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഈ ഇമ്മ്യൂണിറ്റി കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യാം, ഭക്ഷണം യഥാർത്ഥ സമയത്ത് കഴിക്കണം, ആവശ്യമുള്ള ഭക്ഷണം കഴിക്കണം. നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ ആവശ്യമുള്ള ഭക്ഷണങ്ങൾ എന്നൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പഠിക്കാം. ആ ആവശ്യമുള്ള ഭക്ഷണങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് നോക്കിയിട്ട് പഠിക്കാം. ഓക്കെ, അത് കഴിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, ഇമ്മ്യൂണിറ്റി കൂട്ടാം. അതുകൂടാതെ ഈ എന്തിനൊക്കെ ഫുഡ് എന്ന് പറഞ്ഞില്ലേ, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എനർജി കിട്ടാൻ ആവശ്യമാണ് അല്ലേ? ഇങ്ങനെ പല ആവശ്യത്തിനും എന്തുണ്ട്, ഈ ഫുഡ് ആവശ്യമാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഫുഡ് എല്ലാം, വാട്ട് ഈസ് ദ പ്രോബ്ലം ഇഫ് വി ടേക്ക് ഓൺലി വൺ ടൈപ്സ് ഓഫ് ഫുഡ്. ഒരു വിധത്തിൽ ഒരേ ടൈപ്പുള്ള ഫുഡ് തന്നെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ എന്തൊക്കെ പ്രോബ്ലങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. ഒന്ന്, നിങ്ങൾക്ക് ബോറടിക്കും അല്ലേ? നിങ്ങൾക്ക് ഒരേ ടൈപ്പ് ഭക്ഷണം തന്നെ കഴിച്ചാൽ എല്ലാ ദിവസവും ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എല്ലാ ദിവസവും ദോശ, അല്ലെങ്കിൽ എല്ലാ ദിവസവും ചപ്പാത്തി, ഇങ്ങനെ വന്നിട്ടുണ്ട്, പുട്ട് എല്ലാ ദിവസവും വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് ഭയങ്കര നിങ്ങൾക്ക് ഇറിറ്റേഷൻ ആവും അല്ലേ? അതേപോലെ ഒരേ ഫുഡ് നമുക്ക് ശരീരത്തിലേക്ക് വന്നാൽ നമ്മുടെ ശരീരത്തിന് അതൊരു ഇത് കിട്ടില്ല
അല്ലേ? ശരീരത്തിന് അത് അസ്വസ്ഥത ഉണ്ടാവും. ശരീരത്തിന് പല വിധത്തിലുള്ള ആവശ്യമുള്ള ഫുഡുകൾ ആവശ്യമാണ്, അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം കുറച്ച് ഈ ഫുഡിൽ അടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബേസിക് ആയിട്ട് ഐഡിയ പറയാം. നോക്കാം ഇതിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്. ഫസ്റ്റത്തെ ചിത്രത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ വീറ്റ് കൊടുത്തിട്ടുണ്ട്, അല്ലേ? വീറ്റ് ഇതുപോലുള്ള സബ്സ്റ്റൻസുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, അല്ലേ? അതിലെന്താണ്? കാർബോഹൈഡ്രേറ്റ് കണ്ടൻ്റ് ആണുള്ളത്. കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റുകളാണുള്ളത്. ഓക്കെ. എന്താണ് നമ്മുടെ അടുത്ത് ഫിഷിൽ എന്താ ഉള്ളത്? പ്രോട്ടീൻസ് ആണുള്ളത്. ഫിഷിൽ പ്രോട്ടീൻസ് ആണുള്ളത്. ഇനി നമ്മുടെ ഓയിൽ, വെജിറ്റബിൾ ഓയിലോ എന്ത് ഓയിലായാലും എന്താണ് അതിലുള്ളത്? ഫാറ്റ് ആണുള്ളത്. ഫാറ്റ്. ഓക്കെ. പിന്നെ നമ്മുടെ വെജിറ്റബിൾസ്, ലീഫ് ആൻഡ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൽ എന്താ ഉണ്ടാകുന്നത്? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൽ മിനറൽസും വിറ്റാമിൻസും ഉള്ളത്. ഓക്കെ. ഇതൊക്കെ ഒന്ന് വിശദമായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഐഡിയ തന്നതാണ്. അപ്പോൾ റൈസിൽ എന്തൊക്കെയാണുള്ളത്? കാർബോഹൈഡ്രേറ്റ്. നമ്മൾ പറഞ്ഞില്ലേ വീറ്റ് നിന്നൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് റൈസ്. പിന്നെ എന്താണ്? കാർബോഹൈഡ്രേറ്റ് അടയ്ക്കുന്നത്. ഫിഷിൽ എന്ത്? പ്രോട്ടീനാണുള്ളത്, അല്ലേ? ഓയിൽ, അല്ലേ? വെളിച്ചെണ്ണയോ മറ്റേതിലൊക്കെ ഉണ്ടാകുന്ന എന്താ? ഫാറ്റാണ്. പിന്നെ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസിൽ എന്താണ്? മിനറൽസും വിറ്റാമിൻസും അടങ്ങിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയുന്നത്. ന്യൂട്രിയൻസ് ഏതൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫുഡിലെ ഐറ്റംസിൽ ഏതൊക്കെ ന്യൂട്രിയൻസ് ഉള്ളതെന്നാണ്. അപ്പോൾ പല ന്യൂട്രിയൻസിന് ഇനിയിപ്പം നമ്മളിനി അടുത്ത ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്നത് കാർബോഹൈഡ്രേറ്റുകളെ കുറിച്ച് പറയും, പ്രോട്ടീനിനെ കുറിച്ച് പറയും, ഫാറ്റ് എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് പറയും, പിന്നെ മിനറൽസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും, വിറ്റാമിൻസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യും. ഓക്കെ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിനൊക്കെ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. താങ്ക് യു.